സ്റ്റഡീസ് പറയുന്നത് ഒരു ആവറേജ് പേഴ്സൺ ലൈഫിൽ 85 ലക്ഷത്തിലധികം രൂപ വില വരുന്ന നോൺ എസെൻഷ്യൽ ഐറ്റംസ് അഥവാ അവർക്ക് വാങ്ങിയാൽ വലിയ ആവശ്യമൊന്നും ഇല്ലാത്ത ഐറ്റംസ് വാങ്ങിക്കൂട്ടുന്നുണ്ടെന്നാണ്. ഞാൻ അധികം സോഷ്യൽ മീഡിയാസ് ഒന്നും ഉപയോഗിക്കാത്ത ഒരാളാണ്. പക്ഷേ ഒരു സമയം വരെ ഓൺലൈൻ ഷോപ്പിംഗ് ആയിരുന്നു എൻ്റെ മെയിൻ അഡിക്ഷൻ. ചുമ്മാ ഓഫീസിലെ സ്ട്രെസ്ഫുള്ളായ വർക്കെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷം നൈറ്റ് ഉറക്കം വരാതെ ഫ്ലിപ്കാർട്ടും ആമസോണും ഒക്കെ നോക്കി സ്ക്രോൾ ചെയ്ത് മിഡ് നൈറ്റ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂട്ടും. അതെനിക്ക് വേണ്ട ഐറ്റമാണെന്ന് സ്വയം ന്യായീകരിക്കാനായിട്ട് എനിക്ക് ഓരോ കാരണങ്ങളുണ്ടായിരുന്നു. ബട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ തിരിച്ചറിയാൻ തുടങ്ങി, സാലറി വരുന്നത് ഫുൾ എൻ്റെ ക്രെഡിറ്റ് കാർഡ് ബില്ലടയ്ക്കാൻ മാത്രമേ തികയുന്നുള്ളൂ എന്നുള്ളത്. മാത്രമല്ല, എനിക്ക് അത്യാവശ്യമാണെന്ന് തോന്നി വാങ്ങിക്കൂട്ടിയ പല കാര്യങ്ങളും പൊടി പിടിച്ച് കിടക്കാൻ തുടങ്ങിയതോടുകൂടി കണ്ടപ്പോൾ എനിക്ക് ഓൺലൈൻ ഷോപ്പിംഗ് അഡിക്ഷൻ ആണെന്ന് മനസ്സിലായി. ഇങ്ങനെ പോയാൽ ഞാൻ വിചാരിക്കുന്ന പോലെ ഏർലി റിട്ടയർമെൻറ്റോ ഫിനാൻഷ്യൽ ഫ്രീഡമോ ഒന്നും എനിക്കൊരു കാലത്തും അച്ചീവ് ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. സോ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ലിസ്റ്റ് ഓഫ് ആക്ഷൻ ഐറ്റംസ് ആണ്. ഏതൊരു പർച്ചേസിന് മുമ്പും ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് ബിൽ നിന്നും തുടങ്ങാം. 30 days വെയിറ്റിംഗ് പീരീഡ്. എന്തെങ്കിലും എക്സ്പെൻസീവായ ഐറ്റമാണ് വാങ്ങാൻ പ്ലാനുള്ളതെങ്കിൽ ഞാൻ 30 days വെയിറ്റ് ചെയ്യും. എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ഐറ്റം എൻ്റെ ഒരു നോട്ട് പാഡിൽ എഴുതി വയ്ക്കും വിത്ത് ഡേറ്റ്. ഈ പീരീഡിൽ ഞാൻ ആ പ്രോഡക്റ്റിൻ്റെ റിവ്യൂസ് അത് എൻ്റെ ബജറ്റിൽ നിൽക്കുന്നതാണോ, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അതെനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമുള്ള ഐറ്റമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കും. സോ 30 daysന് ശേഷം അതൊരു ഇമ്പൾസ് ബൈങ് ആണ് എൻ്റെ വാങ്ങാനുള്ള റീസൺ എങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പോയിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വലിയൊരു പർച്ചേസ് നടത്തണമെന്ന് ഒരു വല്ലാത്തൊരു ആഗ്രഹം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എവിടെയെങ്കിലും എഴുതിയിട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. പ്രോസ് ആൻഡ് കോൺസ് ലിസ്റ്റ്. എല്ലാ പർച്ചേസിനും ഒരു പ്രോസ് ആൻഡ് കോൺസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എല്ലാ പർച്ചേസിനും അതിൻ്റെയുള്ള ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാകും. നെഗറ്റീവ്സ് എന്തൊക്കെയാവാം? പണം സ്പെൻഡ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ സ്പേസ് നഷ്ടപ്പെടുത്തുന്നതാവാം. ഇത് വാങ്ങിയാൽ റെഗുലറായി മെയിൻ്റനൻസ് നടത്തേണ്ടി വരുമോ, അതിന് ക്യാഷ് ഒരുപാട് ചിലവാകുമോ, ഇത് വാങ്ങിയാൽ എൻ്റെ മെയിൻ ഗോളായ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്തിൽ നിന്ന് ഞാൻ ഡിസ്ട്രാക്ട് ചെയ്യപ്പെടുമോ, അതുമല്ലെങ്കിൽ ഈ പർച്ചേസിന് ശേഷം പർച്ചേസ് നടത്തി കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ റിഗ്രറ്റ് ചെയ്യുമോ എന്നതൊക്കെ ആവാം. സോ ഈ കോൺസ് ആൻഡ് പ്രോസ് ലിസ്റ്റ് എനിക്കൊരു ക്ലിയർ മൈൻഡ് ഉണ്ടാക്കി തരാൻ ഹെൽപ്പ് ചെയ്യും. ചീറ്റ് സ്പെൻഡിങ്. എൻ്റെ ബജറ്റിൽ ഞാൻ ഈയിടെ ചെയ്ത ഒരു മാറ്റമാണ് എൻ്റെ സാലറിയുടെ 5% ഫണ്ട് ബജറ്റിലേക്ക് മാറ്റുക എന്നത്. ലൈക്ക് ഡയറ്റിങ്ങിൽ നമ്മളൊരു ചീറ്റ് ഡേ എടുക്കാറില്ലേ, അത് യഥാർത്ഥത്തിൽ നമ്മളെ സൈക്കോളജിക്കലി കുറേയേറെ ഹെൽപ്പ് ചെയ്യും, നമുക്ക് മോട്ടിവേറ്റഡ് ആയി ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നെ. കണ്ടിന്യൂസ് ആയി നമ്മൾ ഡയറ്റ് ചെയ്താൽ ചിലപ്പോൾ ബ്രെയിനിലെ റിവാർഡ് സിസ്റ്റം പ്രോപ്പറായി വർക്കാവാത്തത് കാരണം നമ്മൾ ചിലപ്പോൾ ഡീമോട്ടിവേറ്റഡ് ആയി പോകാൻ സാധ്യതയുണ്ട്, നമുക്ക് ഇൻസ്പിറേഷൻ എല്ലാം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. സോ അതുപോലെ തന്നെ ഇടയ്ക്ക് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെറിയ പർച്ചേസ് നടത്തുക. അതുവഴി നമ്മൾ ഒന്നും വാങ്ങുന്നില്ല എന്ന കുറ്റബോധം നമുക്ക് മാറും, ചിലവും കുറയും. സോ നിങ്ങളുടെ സാലറിയുടെ എത്ര % നിങ്ങൾ സ്പെൻഡ് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. ആ ക്യാഷ് നിങ്ങൾ ആത്മാർത്ഥമായി എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. ഭക്ഷണം കഴിക്കാനോ, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം, അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം പുറത്തു പോകാനോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതുവഴി നിങ്ങൾക്ക് ചെയ്യാം. അതുവഴി നിങ്ങളുടെ അക്കൗണ്ട് കാലിയാവാതെ തന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും കഴിയും. മ്യൂട്ട് നോട്ടിഫിക്കേഷൻസ്. ഷോപ്പ് ചെയ്യാനുള്ള ടെംപ്റ്റേഷൻ കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമായിട്ട് എനിക്ക് തോന്നിയത് എവിടെയാണോ ഷോപ്പ് ചെയ്യാനുള്ള ട്രിഗർ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ സോഴ്സ് മ്യൂട്ട് ചെയ്യുക എന്നാണ്. കോർപ്പറേറ്റ്സ് ഒക്കെ നമുക്ക് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ക്രിയേറ്റ് ചെയ്യാനായി ലിമിറ്റഡ് പീരീഡ് ഓഫർ, ഫ്ലാഷ് സെയിൽ എന്നിവയെല്ലാം നടത്തുന്നു. അതുവഴി നമ്മൾ പലപ്പോഴും ഒരു നല്ല ഓഫർ മിസ്സായി പോയാലോ എന്ന് കരുതിയിട്ട് പല ഐറ്റംസും നമ്മൾ വാങ്ങിക്കൂട്ടും. സോ എൻ്റെ ഫോണിൽ എല്ലാ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്സിൻ്റെയും നോട്ടിഫിക്കേഷൻസ് മ്യൂട്ടഡ് ആയിരിക്കും. മാത്രമല്ല ചില സോഷ്യൽ മീഡിയ പേജസ് ഉണ്ട് എനിക്ക് ആവശ്യമില്ലാത്ത പ്രോഡക്ട്സ് വാങ്ങാനായിട്ട് എന്നെ ടെംപ്റ്റ് ചെയ്യുന്നവ, അതെല്ലാം ഞാൻ അൺഫോളോ ചെയ്തു. റീസെൻ്റ്ലി എനിക്ക് പേഴ്സണൽ ആവശ്യത്തിൻ്റെ ഒരു ലാപ്ടോപ്പ് വേണമായിരുന്നു. സോ ഞാൻ ഓൺലൈൻ അതിനെ പറ്റിയിട്ടൊന്ന് സെർച്ച് ചെയ്തു. അതിനുശേഷം എപ്പോഴെല്ലാം യൂട്യൂബ് അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ അപ്പോഴെല്ലാം എനിക്ക് കാണുന്നത് ഇതിൻ്റെയൊക്കെ ആർട്സ് ആയിരിക്കും. സോ അത്തരം ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ആർട്സ് എല്ലാം ഞാൻ അങ്ങ് ഒഴിവാക്കി. ഫൈൻഡ് എ ഹോബി. ഞാൻ സ്പോർട്സിലും കണ്ടന്റ് ക്രിയേഷനിലും റീഡിങ്ങിലും അക്വാസ്കേപ്പിങ്ങിലും ഒക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാങ്ങാനുള്ള തോന്നൽ തന്നെ നഷ്ടമായി. നമുക്ക് അധികം പണമൊന്നും വേണ്ട നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു പുതിയ സ്കില്ല് പഠിക്കാനായിട്ട്, ബാഡ്മിൻ്റൺ പഠിക്കാനായിരുന്നിരുന്നാലും ലൈബ്രറിയിൽ നിന്ന് ബുക്ക് വായിക്കാനാണെങ്കിലും എല്ലാം. സോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഹോബി എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക. സോ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് ആ ഹോബി ഇപ്പോൾ ചെയ്യാൻ ടൈം ഉണ്ടെന്ന് കരുതിയിട്ട് ആ ഹോബി ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുക. സോ അതുവഴി ആവശ്യമില്ലാത്ത ഷോപ്പിംഗ്സ്, ആവശ്യമില്ലാത്തുള്ള സ്ക്രോളിംഗ് എല്ലാം ഒഴിവാക്കാനാവും, നല്ല മൂഡിലിരിക്കാനും കഴിയും. കൺസിഡർ ഫിനാൻഷ്യൽ ഗോൾസ്. ഏറ്റവും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് എൻ്റെ ഫിനാൻഷ്യൽ ഗോൾസിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നാണ്. എനിക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും വാങ്ങാൻ തോന്നുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഒരു ബിഗർ പിക്ചറിലേക്ക് നോക്കും. എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഗോൾസ് ഉണ്ട്, ഫിനാൻഷ്യലി ഫ്രീ ആവുക എന്നത്. അതിനർത്ഥം ഞാൻ ഒരിക്കലും ജോലി രാജിവെച്ചിട്ട് വീട്ടിൽ പോയി ഇരിക്കുമെന്നൊന്നുമല്ല കേട്ടോ. കടങ്ങളെ പറ്റിയും പണത്തെ പറ്റിയിട്ടൊക്കെ ഓർത്ത് സ്ട്രെസ് അടിച്ചിട്ട് വർക്ക് ചെയ്യാതെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുക എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്നാൽ എൻ്റെ ക്യാഷ് ഗ്രോ ചെയ്യുന്നത് കാണുന്നതാണ്. സോ എൻ്റെ മൈൻഡ് സെറ്റിലുള്ള ഇത്തരം ചെറിയ ചേഞ്ചസ് എൻ്റെ സ്പെൻഡിങ് ഹാബിറ്റ്സ് എന്നെ മാറ്റിക്കളഞ്ഞു. ഇപ്പം ഞാൻ എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അത് ജെനുവലി എനിക്ക് വേണമെന്ന് തോന്നുന്നതുകൊണ്ടാണ്, അല്ലാതെ എൻ്റെ ഒരു ടെംപ്റ്റേഷൻ കാരണമൊന്നും ഞാൻ വാങ്ങിക്കൂട്ടിയ ഐറ്റംസ് ഒന്നും ആയിരിക്കില്ല. ദാറ്റ്സ് ഇറ്റ്. ഞാൻ സാഗർ മുരളി, എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കം ഇൻവെസ്റ്റർ ആൻഡ് നൗ എ പാർട്ട് ടൈം യൂട്യൂബർ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.